ഹായ് ഫ്രണ്ട്സ്, ഏതു ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോരമയോട് മരുമോളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പറയാണ് അവിടെ വന്നിട്ടുള്ള ഒരു സ്ത്രീ. ഏത് മരുമോളെന്ന് കരുതിയിട്ടാ, പാർട്ട് 1 പാർട്ട് 2 എന്നിങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി പ്രീതിയെ വിളിക്കുന്നുണ്ട്. ഓ, പാർട്ട് 1 എത്തി, ഇനി പാർട്ട് 2 എപ്പോഴാണാവോ എത്തുക എന്നിങ്ങനെ പറയട്ടോ മനോരമ. അപ്പോഴേക്ക് നമ്മുടെ ശ്രുതിയും എത്തുകയാണേ. അല്ല, ഇതിലേതാ മരുമോൾ എന്നവർ ചോദിക്കുന്ന സമയത്ത് അഞ്ജലി പറയുന്നുണ്ട്, ഇത് ആകാശിന്റെ ഭാര്യ പ്രീതി. ഓ, അപ്പൊ ഇതാണല്ലേ മോഹനന്റെയും മനോരമയുടെയും മരുമകൾ. അപ്പൊ ഈ കുട്ടി ഏതാ? അപ്പോഴേക്ക് എല്ലാവരുടെയും മുഖമൊക്കെ മാറുന്നുണ്ട്. അഞ്ജലി പറയുന്നുണ്ട്, ഇത് പ്രീതിയുടെ അനിയത്തി ശ്രുതി. ഓ, അനിയത്തിയാണല്ലേ, ഇവിടെയാണോ താമസിക്കുന്നത്? അത് പിന്നെ ചേട്ടൻ മരുമോളുടെ അനിയത്തിയെ വിവാഹം കഴിച്ചാൽ പിന്നെ അവൾക്ക് ഇവിടെയല്ലേ താമസിക്കാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കാട്ടോ മനോരമ. എന്താ, അനിയന്റെ ഭാര്യയുടെ അനിയത്തിയെയോ? മോഹനം പറയുന്നുണ്ട്, അതെ, പ്രീതിയുടെ അനിയത്തിയാണ് ഇവിടുത്തെ അശ്വിൻ കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്താ, അശ്വിന്റെ കല്യാണം കഴിഞ്ഞോ? എന്നിട്ട് എന്താ അക്കാര്യം ഞങ്ങളോട് പറയാതിരുന്നേ? ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പിറുപിറുക്കാണ് കേട്ടോ മനോരമ. ഞങ്ങൾ തന്നെ അറിഞ്ഞില്ല പിന്നെ അല്ലേ? ഇതെന്താ, അനിയനും ഏട്ടനും കൂടി പ്ലാൻ ചെയ്ത് കല്യാണം കഴിച്ചതാണോ? എന്നിട്ട് അനിയന്റെ വിവാഹം മാത്രമാണല്ലോ അറിഞ്ഞത്. എന്ത് ചെയ്യാനാ, അതൊക്കെ അങ്ങനെ അങ്ങ് സംഭവിച്ചു പോയി. നമ്മുടെ കുടുംബത്തിന്റെ കഷ്ടകാലം, അല്ലാതെ എന്തു പറയാനാന്ന് പറയാട്ടോ മനോരമ. എന്നാലും വല്ലാത്തൊരു ചതിയായിപ്പോയി സുഭദ്രാമേ. അനിയന്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടന്റെ കൂടെ കല്യാണം നടത്തിയല്ലോ. അത് ഒരു വീട്ടിലെ കുടുംബത്തിലെ തന്നെ 2 പെൺകുട്ടികൾ പെൺവീട്ടുകാരുടെ ചിലവ് ലാഭിക്കാനായിരിക്കും എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശിക്ക് അങ്ങ് വല്ലാണ്ടാവാണേ. അതിന് അവർക്ക് ചെലവ് എന്താ വന്നേ? കംപ്ലീറ്റ് ചെലവ് ഞങ്ങളുടേതായിരുന്നു. പിന്നെ ഒന്നെടുക്കുമ്പോൾ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞ പോലെ ഒരുത്തി കൂടി ഇങ്ങോട്ട് പോന്നു എന്ന് പറയാട്ടോ മനോരമ. അപ്പൊ അവിടെ വന്ന മറ്റൊരു സ്ത്രീ പറയുന്നുണ്ട്, ഞങ്ങൾ ഇങ്ങോട്ട് വരാന്ന് അറിഞ്ഞപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ വിവരമൊക്കെ പറയാമായിരുന്നു. ഞങ്ങൾ ഒരു മരുമകളാണെന്ന് വിചാരിച്ചല്ലേ വന്നത് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നത്, അതിനിപ്പോ എന്താ കുഴപ്പം? 2 പേരെയും കണ്ടപ്പോ സന്തോഷായില്ലേ? എങ്കിലും എന്ന് പറയാട്ടോ. അശ്വിന്റെ വിവാഹം ഇരു ചെവിയും അറിയാതെ ഇങ്ങനെ നടക്കാൻ യാതൊരു കാരണവും ഞങ്ങൾ കാണുന്നില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കാട്ടോ മുത്തശ്ശിയോട്. നാട് മൊത്തം അറിഞ്ഞു നടത്തേണ്ടതല്ലായിരുന്നു അശ്വിന്റെ വിവാഹം, അതെല്ലാവർക്കും മിസ്സായി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അശ്വിൻ അങ്ങോട്ടേക്ക് വരികയാണേ. എക്സ്ക്യൂസ് മീ, എല്ലാവരെയും അറിയിച്ചു വേണം വിവാഹം കഴിക്കാൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഈ കുട്ടിയെ വിവാഹം കഴിക്കണം എന്ന് തോന്നി, അപ്പം ഞാൻ കഴിച്ചു, ദാറ്റ്സ് ഓൾ. അതിനാരും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാരണവും ഇല്ല എന്ന് പറയട്ടോ അശ്വിൻ. ഇനിയിപ്പോൾ ആർക്കും പ്രശ്നമൊന്നുമില്ലല്ലോ. അതിന് അശ്വിൻ എന്തിനു ചൂടാവുന്നേ? ഞങ്ങളൊരു സംശയം ചോദിച്ചെന്നല്ലേ ഉള്ളൂ. എന്ത് സംശയം ആങ്കിളെ? ഒരാൾക്ക് ഒരു കുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ നാട് മൊത്തം പറഞ്ഞിട്ട് വേണമെന്ന് നിയമമൊന്നുമില്ലല്ലോ. ഇനി അതിന്റെ പേരിൽ ചോദ്യമോ പറച്ചിലോ ഒന്നും വേണ്ട. നിങ്ങളേതായാലും വന്ന കാര്യം നടക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് പോവാട്ടോ അശ്വിൻ. എന്താ സുഭദ്രാമേ, എന്താ നിങ്ങളുടെ കൊച്ചുമോനെ പറ്റിയത്? ഞങ്ങൾ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ഏയ് ഒന്നുമില്ല, അവനെന്തോ ടെൻഷനിലാണെന്ന് തോന്നുന്നു. ഏതായാലും മനോരമ പറഞ്ഞ പോലെ ഒന്നിനൊന്ന് ഫ്രീ എന്ന് പറഞ്ഞ പോലെ ഒരു മരുമകളോടൊപ്പം മറ്റൊരു മരുമകളെ കാണാൻ സാധിച്ചല്ലോ, സന്തോഷം. പക്ഷെ ഞങ്ങള് ആകാശിന്റെ പെണ്ണിനെയാണ് കാണാൻ വന്നത്. അവൾക്കുള്ള ഗിഫ്റ്റ് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. എങ്കിലും ആ ഗിഫ്റ്റ് 2 പേർക്കും കൂടി പങ്കിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് അവരെടുത്തു കൊടുക്കാട്ടോ. അങ്ങനെ അവര് അനുഗ്രഹമൊക്കെ മേടിക്കുന്നുണ്ട്. എന്തായാലും മനോരമേ, നിങ്ങളുടെ മരുമക്കൾ നല്ല സുന്ദരികളാ. ആരാ ഇതിൽ ഏറ്റവും കൂടുതൽ സുന്ദരി എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ചുറ്റിപ്പോവുകയുള്ളൂ. ഓ, സൗന്ദര്യത്തിലൊന്നും വലിയ കാര്യമില്ല, നല്ല സൗന്ദര്യമില്ല, ജാക്ക് ഫ്രൂട്ടിൽ നോ ചുള എന്നല്ല പറയാ, അത് അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി അവരോട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പറയാണേ. തുടർന്ന് നമ്മുടെ ശ്രുതിയും പ്രീതിയും കൂടെ ആ ഗിഫ്റ്റ് എല്ലാം തുറന്നു നോക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് എടുക്കുമ്പോഴേക്കും നമ്മുടെ മനോരമ വന്ന് തട്ടി അങ്ങ് വാങ്ങാട്ടോ. എന്താടി നീ കാണിക്കുന്നത്? ഇതൊക്കെ സ്വന്താക്കാന്ന് വിചാരിച്ചോ? നീ ഇവിടുത്തെ അൺഒഫീഷ്യൽ മരുമോളാ? ഇവിടുത്തെ ഒഫീഷ്യൽ മരുമോളെ കാണാനാ ഇവിടെയുള്ളവർ വിസിറ്റ് ചെയ്തിരിക്കുന്നത്. കൂട്ടത്തിൽ നിന്നെ കണ്ട് സഹതാപം തോന്നി എന്തെങ്കിലും തന്നു എന്ന് കരുതിയിട്ട് അത് നിന്റെ സ്വന്തല്ല, ഒക്കെ എന്റെ മരുമോൾക്കുള്ളതാ. എന്റെ മോനും മരുമോൾക്കും കൊണ്ടുവന്ന ഗിഫ്റ്റ് നീ അങ്ങനെ സ്വന്താക്കി അഭിമാനിക്കണ്ട. നീ ഒറ്റൊരുത്തി കാരണ ഇവിടെ വന്നവരുടെ വായിൽ നിന്ന് പുളിച്ച വാക്കുകൾ ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നത്. വന്നവർ കൂടി പറഞ്ഞല്ലോ ഇവിടെ നടന്നത് ഒരു ധർമ്മ കല്യാണാണെന്ന്. അതിന്റെ വിഷമേ ഞങ്ങൾക്കേ മനസ്സിലാവൂ. ഇനി ഓരോരുത്തരും അറിഞ്ഞറിഞ്ഞു വരുമ്പോൾ ഞങ്ങൾ അവരോട് എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും മനോരമ ഇപ്പൊ പറഞ്ഞത് ന്യായം എന്ന് പറയട്ടെ മുത്തശ്ശി. ആളുകൾ ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ കഥകളാണോ ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും കുടുംബത്തിന് ആകപ്പാടെ ഒരു നാണക്കേടായ എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ മനോരമ അതാണ് എന്നങ്ങ് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെയും പ്രീതിയുടെയും മുഖം അങ്ങ് വാടാട്ടോ. അപ്പൊ അഞ്ജലി, ഒരാളെ മാത്രം തെറ്റ് പറയാൻ പറ്റില്ലല്ലോ, നമ്മുടെ കുഞ്ഞന്റെ ഭാഗത്തും ഇല്ലേ തെറ്റ്? വാട്ട് തെറ്റ്? എന്ത് തെറ്റ്? അവളിവളെ കല്യാണം കഴിക്കണം എന്ന് പറയുമ്പോൾ ഇവളെന്തിനാ ചാടി കയറി യെസ് പറയാൻ പോയത്? അതൊന്നല്ല അഞ്ജലി ബേബി,
ഇതൊന്നല്ല, ചേച്ചി പുളിങ്കൊമ്പാണ് പിടിക്കുന്നതെന്ന് കണ്ടപ്പോ അനിയത്തി അതിനും വലിയ കൊമ്പ് പിടിക്കാൻ ശ്രമിച്ചതാ. അപ്പൊ പിന്നെ എന്ത് നോക്കാൻ? അല്ലെങ്കിലും നാണവും മാനവും ഇല്ലാത്ത കൂട്ടർക്ക് ഇതൊക്കെ എന്ത് കാര്യം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കേട്ടോ മനോരമ. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആൻറ്റി, കഴിഞ്ഞില്ലേ നിങ്ങളുടെ ക്രോസ് വിസ്താരം? ഇവിടെ ഇങ്ങനെ കൂട്ടം കൂടി ആക്രമിക്കാൻ ആരെന്ത് തെറ്റ് ചെയ്തെന്നാ എന്ന് ചോദിക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, ആരും ആരെയും ആക്രമിക്കാനൊന്നും വന്നില്ല, ഉള്ള സത്യം അങ്ങ് പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ നീ വലിയ ബിസിനസ്സുകാരനൊക്കെ ആയിരിക്കും, പക്ഷെ ആളുകളോട് മര്യാദയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അശ്വിന്. ഞാൻ മാന്യത വിട്ടൊന്നും സംസാരിച്ചില്ല മുത്തശ്ശി, ഞാൻ കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. മാന്യത വീട്ടിലുള്ളവർക്ക് മാത്രമല്ല വരുന്നവർക്കും ആവാം. അവരെന്ത് മാന്യത വിട്ട് പെരുമാറി എന്നാ നീ പറയുന്നത്? അവരിവിടെ ആരും അറിയാതെ കല്യാണം കഴിച്ചതിനെ കുറിച്ചല്ലേ ചോദിച്ചുള്ളൂ. അത് വലിയ തെറ്റായിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് തോന്നില്ലായിരിക്കും, പക്ഷെ അതിനെക്കുറിച്ച് ആരും വലിയ ബോധേഡ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ ശ്രുതിയോട് എന്നല്ല, എൻ്റെ കുടുംബത്തിൽ ആരോട് സംസാരിച്ചാലും എൻ്റെ പ്രതികരണം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയാട്ടോ അശ്വിൻ. ഞാനൊരു കല്യാണം കഴിച്ചത് ഇത്ര വലിയ അപരാധമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കോ വരുന്നവർക്കോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിന്റെ പ്രശ്നമാണ്. ശ്രുതി എൻ്റെ ഭാര്യയാണ്. അവളെ ഇങ്ങനെ വഴക്ക് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയട്ടോ അശ്വിൻ. എന്നിട്ട് അങ്ങനെ പോവാണേ. അപ്പോൾ മനോരമ പറയുന്നുണ്ട്, എൻ്റെ മൈ ഗോഡ്, വലതുകാൽ വെച്ച് കയറിയിട്ട് 2 ദിവസം ആയിട്ടില്ല, അപ്പോഴേക്കും അവൾ അവനെ വശത്താക്കിയത് കണ്ടില്ലേ അഞ്ജലി ബേബി? എന്നിട്ട് ശ്രുതിയെ നോക്കി പറയുന്നുണ്ട്, അമ്മയോടെ ഒരു വാക്ക് എതിർത്ത് പറയാത്ത ഒരു ചെക്കനായിരുന്നു. എന്താ ഇപ്പോൾ അവൻ്റെ വായിൽ നിന്ന് വീണത്? അതും കൂടി കേൾക്കുമ്പോൾ നമ്മുടെ ശ്രുതി അങ്ങ് പോവാണ്. കൂടെ നമ്മുടെ മുത്തശ്ശിയും അഞ്ജലിയും പോകുന്നുണ്ട്. അപ്പോൾ മനോരമ ഇതിയോട് പറയുന്നുണ്ട്, എക്സ്ക്യൂസ് മീ, ഈ ഗിഫ്റ്റുകളൊക്കെ എൻ്റെ റൂമിലിട്ട് കൊണ്ടുവയ്ക്ക്. അതിൽ നിനക്ക് വിരോധമൊന്നും ഇല്ലല്ലോ? ഏയ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പ്രീതി ആ ഗിഫ്റ്റുകളൊക്കെ എടുത്തു കൊണ്ടുപോവാണ് കേട്ടോ. എന്നിട്ട് പ്രീതിയോട് പറയുന്നുണ്ട്, ഈ കുടുംബത്തിലെ കാര്യമൊക്കെ നീ കണ്ടല്ലോ, കയ്യും കടലാശവും കാണിച്ച് നീ ഏതായാലും എൻ്റെ മോനെ വീഴ്ത്തി, അതുപോലെ അശ്വിനെ അവളും വീഴ്ത്തി. ഈ കുടുംബത്തിൽ അധിക കാലം അവൾ മരുമകളായി വാഴില്ല എന്ന് നീ തന്നെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് പ്രീതിക്ക്. പിന്നെ നിന്നോട് ഞാനൊരു പ്രത്യേക കാര്യം പറയാം. ഇവിടുത്തെ ആ തള്ളയും അഞ്ജലി ബേബിയും നിന്നോട് വളരെ സോഫ്റ്റ് ആയിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ അവരെ കൂട്ടുപിടിച്ചിട്ട് എന്നോട് ഫൈറ്റ് ചെയ്യാൻ വരരുത്. അങ്ങനെ എന്തെങ്കിലും മോഹം നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് ബഡിലെ അങ്ങ് പിക്ക് ചെയ്തേക്കണം എന്ന് പറയുന്നുണ്ട് മനോരമ. അതുപോലെ തന്നെ ആകാശിന്റെ ഭാര്യയാണ് നീ എന്ന പരിഗണന എൻ്റെ അടുത്ത് നിന്ന് നീ പ്രതീക്ഷിക്കരുത്. അവന് മേലുള്ള ഒരവകാശവും ഞാൻ നിനക്ക് തരില്ല. വൈഫിനേക്കാൾ എത്രയോ മുകളിലാണ് അമ്മ എന്ന് നിനക്കറിയാം. അത് വല്ലതും മാറ്റിമറിച്ചാൽ ആരാണ് ഈ മനോരമ എന്ന് നീ തികച്ചും അറിയോ എന്ന് പറയുകയാണ് കേട്ടോ. ആ സമയത്ത് പ്രീതിക്ക് അങ്ങ് വല്ലാണ്ടാവാണ്. എന്താ നോക്കി നിൽക്കുന്നത്, ഇതൊക്കെ കൊണ്ടുപോയി വെക്കുക എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ ബോക്സുകളൊക്കെ എടുത്തിട്ട് പോവാണ് കേട്ടോ. തുടർന്ന് നമ്മുടെ ശ്രുതി ബാൽക്കണിയിൽ നിൽക്കുന്ന സമയത്ത് പ്രീതി ചെടി നനയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചേച്ചി എന്തിനാ എന്നോട് മിണ്ടാതിരിക്കുന്നേ എന്ന് പറയുമ്പോൾ പ്രീതി വീണ്ടും അങ്ങോട്ടേക്ക് തെന്നി മാറി പോകുന്നുണ്ട്. ചേച്ചി ഒന്ന് നിക്ക്, ചേച്ചി എന്നോട് മിണ്ടാതിരിക്കുമ്പോഴേ എനിക്ക് കൂടുതൽ വിഷമം എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് അവിടെ നിർത്തുന്നുണ്ട്. എന്നിട്ട് കണ്ണിലെ കൺമഷി എടുത്തിട്ട് മുഖത്ത് തൊട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എന്തിനാന്നറിയോ? എൻ്റെ ചേച്ചിക്ക് കണ്ണ് തട്ടാതിരിക്കാനാ. ചേച്ചിയെ ഇപ്പൊ കാണാൻ സിനിമാ നടിമാരെക്കാളും മോഡൽസിനേക്കാളും ഒക്കെ ഭംഗിയുണ്ട്. അത്രയ്ക്ക് സുന്ദരിയാ ചേച്ചിയെ ഇപ്പൊ കാണാൻ. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ പണ്ട് നമ്മൾ പറയാറുള്ളത്, നമ്മളെ 2 പേരെയും ഒരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചെങ്കിൽ എന്ന്? അതിപ്പോ സംഭവിച്ചപ്പോ ഇങ്ങനെയും ആയി. എന്റെ ചേച്ചിക്ക് ഇങ്ങനെയൊന്നും ആവാൻ പറ്റില്ല. ചേച്ചിക്ക് എത്ര നേരം എന്നോട് പിണങ്ങിയിരിക്കാൻ പറ്റും? പറ ചേച്ചി. എന്നിട്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ ചിമ്മി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രീതി ചിരിച്ചു പോവാണേ. എന്നിട്ട് ചിരി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്താ എന്നെ ഗോഷ്ടി കാണിക്കാണോ? മര്യാദയ്ക്ക് പറഞ്ഞാൽ ഇങ്ങനെ കേൾക്കായിട്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ 2 പേരും കൂടി അങ്ങനെ ചിരിക്കാട്ടോ. നീ കാണിച്ച അവിവേകത്തിന് ഞാൻ ക്ഷമിക്കേണ്ടതല്ല. പിന്നെ പറ. പിന്നെ നിന്നോട് എനിക്കങ്ങനെ പിണങ്ങിയിരിക്കാൻ പറ്റില്ല എന്ന് പറയാട്ടോ പ്രീതി. നിന്നെ കാണാനും സുന്ദരിയായിട്ടുണ്ട് കേട്ടോ എന്ന് ശ്രുതിയോട് പറഞ്ഞ് 2 പേരും കൂടി കെട്ടിപ്പിടിച്ച് ചിരിക്കണേ. അതിനുശേഷം നമ്മുടെ അമ്മായി പ്രീതിയെയും ആകാശിനെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ മനോരമ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അവിടുന്ന് ആരെങ്കിലും വരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പ്രീതിയെയും ആകാശിനെയും മാത്രം ക്ഷണിക്കുന്നുള്ളൂ, അതോ അവരുടെ കല്യാണമല്ലേ ആചാരപ്രകാരം എന്ന് പറയുമ്പോൾ നമ്മുടെ മനോരമ മുത്തശ്ശിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കാട്ടോ. പ്രീതി എവിടെ? അവിടെ ഉണ്ട്. പോകുമ്പോൾ ഇതും കൂടി എടുക്കാൻ മറക്കണ്ട എന്ന് പറഞ്ഞിട്ട് കുറച്ച് വസ്ത്രങ്ങൾ കൊടുക്കാണ് കേട്ടോ. പുതിയ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുവരേണ്ട സാധനങ്ങളാണ്. ആ ചടങ്ങ് ഞങ്ങളാരും മറന്നിട്ടില്ല. അയ്യോ, അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അതൊക്കെ ഒരു പഞ്ചിന് വേണ്ടി നിങ്ങൾ അങ്ങ് പറയും. നിങ്ങളുടെ ഉദ്ദേശം ഇതൊക്കെ തന്നെ ആയിരുന്നല്ലോ.
അതിനു വേണ്ടിയാണല്ലോ ഒന്നിന് പകരം രണ്ടെണ്ണത്തെയും ഇങ്ങോട്ട് തന്നെ പറഞ്ഞു വിട്ടത് എന്ന് പറയുമ്പോഴേക്കും രാധയുടെ തല അങ്ങ് താഴെയാണ് കേട്ടോ. മനോരമേ, നീ എന്ത് വർത്താനം ഈ പറയുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് എന്താ, ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയാലും പറയും. അങ്ങനെ പറയാതിരുന്നാലേ എനിക്കൊരു ബ്രീത്ത് മുട്ടല. അപ്പൊ അവരുടെ അടുത്തേക്ക് എനിക്ക് വരുന്നുണ്ട്. ഹലോ അമ്മായി, എപ്പോ വന്നു, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ശ്രുതിയുടെ അച്ഛനും അമ്മയ്ക്കും സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഒരു നിങ്ങി നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.